മോസർബിയർ ഈ ഒരു പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പലരും മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒരു 2005 മുതൽ 2014-15 വരെ നമ്മളെല്ലാം സിനിമ കാണാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ CD DVD പോലുള്ള ഡിസ്കുകളായിരുന്നു. അപ്പോൾ ഈ ഡിസ്കുകളിലും അതിൻ്റെ കവറുകളിലുമാണ് നമ്മൾ ഈ മോസർബിയർ എന്നൊരു പേര് കൂടുതലും കണ്ടിട്ടുണ്ടാവുക. ശരിക്കും മോസർബിയർ ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ CD DVD മാനുഫാക്ചറിങ് കമ്പനിയായിരുന്ന മോസർബിയർ 100ഓളം രാജ്യങ്ങളിൽ കൂടുതൽ അവരുടെ ഡിസ്കുകൾ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഡെവലപ്ഡ് ആയിരുന്ന അതല്ലെങ്കിൽ ഫേമസ് ആയിരുന്ന മോസർബിയറിനെ പറ്റി ഇപ്പോൾ ഒരു വിവരവും ഇല്ല. സക്സസിൽ നിന്ന് ഫെയിലിയറിലേക്ക് കൂപ്പുകുത്താൻ കാരണം മോസർബിയർ ചെയ്ത ഒരു 8,000 കോടി രൂപയുടെ സ്കാം ആയിരുന്നു. മോസർബിയറിനെ പറ്റിയുള്ള രസകരമായ കഥ ഞാൻ പറയാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എൻ്റെ പേര് വിഷ്ണു. വെൽക്കം ടു നോ ഇറ്റ് മലയാളം. ദീപക് പൂരി ആയിരുന്നു മോസർബിയറിൻ്റെ ഫൗണ്ടർ. ലണ്ടനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ച ശേഷം അദ്ദേഹം കൊൽക്കത്തയിലെത്തി ഒരു ഓയിൽ കമ്പനിയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ബിസിനസ്സിനോട് അതിയായ താല്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹം 1964 കൊൽക്കത്തയിൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പേരിട്ടിരുന്ന ഈ കമ്പനി അലൂമിനിയം വയറും പൈപ്പുകളും അലൂമിനിയം ഫർണിച്ചറും എല്ലാം മാനുഫാക്ചറിങ് ചെയ്യുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷേ അവിടെ ഈ ട്രേഡ് യൂണിയൻ്റെയും കമ്പനിയിലെ തൊഴിലാളികളുടെ സമരം ഇടയ്ക്കിടയ്ക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കമ്പനി അവസാനം അടച്ചുപൂട്ടേണ്ടിയും വന്നു. കുറച്ച് നാളിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു കമ്പനി തുടങ്ങിയാണ്. ഇത്തവണ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് അതല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറുകൾക്ക് വേണ്ടി റെക്കോർഡിംഗ് ഡിവൈസുകളായിരുന്നു അദ്ദേഹം മാനുഫാക്ചറിങ് ചെയ്തിരുന്നത്. ദീപകിൻ്റെ നല്ല സമയം അവിടെയും തൊഴിലാളികളെത്തി പ്രശ്നമുണ്ടാക്കുകയും ആ കമ്പനി പൂട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ദീപക് പൂരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ശരിക്കും ഒരു വർക്കഹോളിക് ആയിരുന്നു അദ്ദേഹം. അതായത് 10 മണിക്ക് ഓഫീസിലെത്തിയാൽ ഏറ്റവും അവസാനം കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നത് ദീപക് ആയിരിക്കും. ഒരു ബിസിനസ് ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരാളെന്ന് പറയാം. അങ്ങനെ 1983 മൂന്നാമതൊരു കമ്പനി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ജപ്പാനിലേക്ക് യാത്രയായി. അവിടെ ഫേമസ് കമ്പനിയായ മാർസുവൻ കോർപ്പറേഷൻ എന്നൊരു കമ്പനിയായിട്ട് ധാരണയിലെത്തി. ഈ മാർസുവൻ ശരിക്കും കെമിക്കൽ പ്രോഡക്ട്സും കിച്ചണിലേക്ക് വേണ്ട എക്യുപ്മെൻറ്റും എല്ലാം ഉണ്ടാക്കുന്നത് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ മാർസുവനുമായി എഗ്രിമെൻറ്റിൽ എത്തിയതിന് ശേഷം അദ്ദേഹം വീണ്ടും പോയത് സുമ്മിസൾട്ട് എന്നൊരു സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ അവിടെ വലിയ വാൾ ക്ലോക്കുകളും ഈ ഹോസ്പിറ്റലിലെ സർജറിക്ക് ഉപയോഗിക്കുന്ന മെഷീനുകളും മറ്റ് ഇൻസ്ട്രുമെൻസും എല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ ദീപക് സമീപിച്ചു. ആ കമ്പനിയുടെ പേരാണ് ശരിക്കും മോസർബിയർ അതല്ലെങ്കിൽ മോബ. അങ്ങനെ മോബ മാർസുവനുമായും ദീപകിൻ്റെ മെറ്റൽ ഇൻഡസ്ട്രീസുമായി ചേർന്ന് ഡൽഹിയിൽ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് MBIL, അതായത് മോസർബിയർ ഇന്ത്യ ലിമിറ്റഡ്. പക്ഷേ ദീപക് തുടക്കത്തിലെ മോസർബിയർ ഡിസ്ക് അല്ല മാനുഫാക്ചറിങ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. ആദ്യം മോബയുടെ തന്നെ ഈ ക്ലോക്കുകളിലെയും വാച്ചുകളിലെയും ക്ലോക്ക് മൂവ്മെൻറ്റ് അസംബിൾ ചെയ്യുന്ന ജോലിയായിരുന്നു. ഈ ക്ലോക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ക്ലോക്കിൻ്റെ പുറകിൽ ബ്ലാക്ക് കളർ ഒരു ബോക്സ് ഇല്ല, അതിൻ്റെ ഗിയറും ബാറ്ററിയും എല്ലാം, ആ ബോക്സിനാണ് ശരിക്കും ക്ലോക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കമ്പനി പതിയെ പച്ച പിടിച്ച് വരികയായിരുന്നു. 1986 ദീപക് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടുത്തെ ചൂട് കാരണം ദീപക് എന്ത് ചെയ്ത് ചെന്ന ഉടനെ അവിടെ ടേബിളിലിരുന്ന് ഒരു കട്ടിയുള്ള പാഡ് എടുത്ത് വീശാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഓടി വന്ന് ആ പാഡ് തട്ടിപ്പറിച്ചു. കാരണം ദീപക് എടുത്ത് വീശിയത് ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു. ഈ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് പണ്ട് ഈ ഡാറ്റകളും എല്ലാം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് കുറച്ച് വിലപിടിപ്പുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് തന്നെയായിരുന്നു. ഈ 3-4 സൈസിൽ കിട്ടുന്ന ഫ്ലോപ്പി ഡിസ്കിൻ്റെ വില ഒരു 500 രൂപ മുതൽ 1200 രൂപ വരെ അന്ന് റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദീപക് ഫ്ലോപ്പി ഡിസ്കിൻ്റെ കാര്യത്തെപ്പറ്റി ശരിക്കും ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കൊരു ഫ്ലോപ്പി ഡിസ്ക് നിർമ്മിച്ചുകൂടാ, നല്ല ലാഭമുള്ള കാര്യമാണല്ലോ എന്നും. പിന്നെ അദ്ദേഹം വേറൊന്നും ആലോചിച്ചില്ല. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഈ മോബയുടെ മാർസുവിൻ്റെ ഇന്ത്യൻ യൂണിറ്റിൻ്റെ ഷെയറെല്ലാം ദീപക് തന്നെ വാങ്ങി. അതിനുശേഷം ഈ വാച്ചുകളും ക്ലോക്കും എല്ലാം അസംബിൾ ചെയ്യുന്നതെല്ലാം അതോടെ നിർത്തി. അതിനുശേഷം ദീപക് തൻ്റെ കമ്പനി പ്രൈവറ്റിൽ നിന്ന് പബ്ലിക്കാക്കി. അപ്പോൾ കമ്പനി പബ്ലിക്കാക്കിയതോടെ ഷെയറുകളെല്ലാം കൂടുതലായി വിൽക്കാനും കമ്പനി ഒരു വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് അതായത് എക്സ്പാൻഡ് ചെയ്യാനും കഴിഞ്ഞു. ഇവിടെയാണ് ശരിക്കും മോസർബിയറിന് ജനനം ഉണ്ടാവുന്നത്. അങ്ങനെ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് മാനുഫാക്ചറിംഗിലേക്ക് കടന്ന മോസർബിയർ ആദ്യം 5.25 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡിസ്കുകളായിരുന്നു ഉണ്ടാക്കിയത്. നല്ലൊരു തുടക്കം ലഭിച്ചത് കൊണ്ട് തന്നെ കമ്പനിയുടെ ഗ്രോത്തിനെ പറ്റിയും പറയേണ്ടതില്ലല്ലോ. പതിയെ ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്ന മോസർബിയർ 1988 നോയിഡയിൽ വലിയൊരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് തന്നെ തുടങ്ങി. അവിടെ ഇന്ത്യക്ക് പുറത്തേക്കും ഫ്ലോപ്പി ഡിസ്കുകളെല്ലാം ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. 1993 ആയപ്പോഴേക്കും 3.5 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡിസ്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് കുറഞ്ഞതോടെ ആളുകൾക്ക് കൊണ്ടു നടക്കാനും അത് ഉപയോഗിക്കാനും കുറച്ചുകൂടി എളുപ്പമായി. ഈ സമയത്താണ് ഫിലിപ്സ് മാർക്കറ്റിൽ CDയും DVD എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഫ്ലോപ്പി ഡിസ്കിൽ 2 MB മാത്രമായിരുന്നു സ്റ്റോറേജ്. അതിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഫിലിപ്സ് 700 MB വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന CDയും 4.7 GB വരെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള DVD മാർക്കറ്റിൽ കൊണ്ടുവന്നതോടെ ആളുകൾ ഈ ഫ്ലോപ്പി ഡിസ്ക് വാങ്ങുന്നത് പതിയെ കുറച്ച്. പിന്നീട് CDയും DVDയും വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ആവശ്യകതയും പതിയെ കുറഞ്ഞു. പക്ഷേ ദീപക് പൂരി അവിടെയാണ് ചിന്തിച്ചത്,
ഉടൻ തന്നെ ഈ ഫ്ലോപ്പി ഡിസ്കിൽ നിന്ന് CD മാനുഫാക്ചറിംഗിലേക്ക് കടന്നു. പക്ഷേ CD മാനുഫാക്ചറിംഗ് ചെയ്യാനായി വലിയ പ്ലാന്റുകളും മെഷീനറികളും ആവശ്യമായിരുന്നു. അപ്പോൾ ഇതിനുവേണ്ടി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആവശ്യത്തിനുള്ള ഫണ്ട് സമാഹരിച്ചു. എന്നാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാർബർഗ് പിൻഗസ് എന്നൊരു വലിയ കമ്പനി ഈ ഫിനാൻസ് കോർപ്പറേഷനിൽ കൊടുത്ത ഫണ്ടിനേക്കാളും 12 മടങ്ങ് പണം മോസർ ബിയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. കൂടാതെ മോസർ ബിയർ ബ്ലാങ്ക് ഡിസ്കും കൂടി മാനുഫാക്ചറിംഗ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ തുടങ്ങിയോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിസ്ക് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന രണ്ടാമത്തെ വലിയ കമ്പനിയായി മോസർ ബിയർ മാറി. ശരിക്കും മോസർ ബിയർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ 85% മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയായിരുന്നു ചെയ്തിരുന്നത്. വെറും 154 കോടി മാത്രം റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി പെട്ടെന്ന് 1500 കോടിയിലേക്ക് എത്തി. അതായത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വിലയ്ക്കും നല്ല ക്വാളിറ്റിയോടെ CD-യും DVD സപ്ലൈ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 100ഓളം രാജ്യങ്ങളിലെ മോസർ ബിയറിന്റെ ഏജന്റുകൾ വഴി കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത്. വർഷം 100 മില്യൺ യൂണിറ്റ് ഡിസ്കുകളായിരുന്നു കമ്പനി മാനുഫാക്ചറിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രത്തോളം ആവശ്യകത മോസർ ബിയർ ഡിസ്കുകൾക്ക് ഉണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ എല്ലാം ഇടയ്ക്കാണ് ദീപക് പുരിയുടെ മകനായ റാത്തുൽ പുരി ബോർഡ് ഡയറക്ടറായ സ്ഥാനമേറ്റത്. അപ്പോൾ റാത്തുൽ പുരി ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും കുറച്ച് ധൃതിയുള്ള ആളായിരുന്നു. പെട്ടെന്ന് കമ്പനിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വളരെ പാടുപെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കമ്പനി നല്ല വരുമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോകമെമ്പാടും ഡിസ്കുകളുടെ അവൈലബിലിറ്റി കൂടിയത്. അതായത് മാർക്കറ്റിൽ ആവശ്യത്തിലധികം ഡിസ്കുകൾ ലഭ്യമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും വിലയും കുറയുമല്ലോ. അന്നത്തെ കാലത്ത് $1.50 വിറ്റിരുന്ന CD-യുടെ വില പെട്ടെന്നാണ് 20 സെന്റിലേക്ക് കുറഞ്ഞത്. ഈ 20 സെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിൽ നോക്കുകയാണെങ്കിൽ വെറും 15 രൂപയായിരുന്നു. CD-യുടെ വില കുറഞ്ഞെങ്കിലും പക്ഷേ ഈ CD ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലായ പോളികാർബണേറ്റിന്റെ വില കൂടുകയാണ് ചെയ്തത്. അത് കാരണം പ്രൊഡക്ഷൻ ചെലവും കൂടി. പക്ഷേ ഡിസ്കുകൾ വിറ്റുപോയതോ കുറഞ്ഞ വിലയ്ക്ക്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? പ്രോഫിറ്റ് കുറയും. ഇത് കമ്പനിയുടെ ഗ്രോത്തിനെ നന്നായി ബാധിച്ചു. ഇടി വെട്ടിയവന്റെ കാലെ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെ ഒരുപാട് കമ്പനികൾ മോസർ ബിയറിനെ തക്ക സമയത്ത് കോമ്പറ്റീഷനായി എത്തി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കമ്പനി ലാഭത്തിൽ നിന്നും പതിയെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. പക്ഷേ റോ മെറ്റീരിയലിന്റെ വില വീണ്ടും കുറഞ്ഞതോടുകൂടി കമ്പനി ഒരു വിധത്തെ ലാഭകരമാക്കി. എന്നാൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും ഈ കോമ്പറ്റീറ്റേഴ്സിനെ മാനേജ് ചെയ്യാനും വേണ്ടി കമ്പനി അടുത്ത 7 വർഷത്തിനുള്ളിൽ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് പുതിയ സ്ഥലങ്ങളിൽ കമ്പനി തുടങ്ങാനും പുതിയ മെഷീനറീസ് വാങ്ങാനുമെല്ലാം. അപ്പോൾ ഇതിനായി ഇൻവെസ്റ്റേഴ്സായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. കൂടാതെ മോസർ ബിയർ പെൻ ഡ്രൈവുകളും മ്യൂസിക് സിസ്റ്റം എല്ലാം മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം റാത്തുൽ പൂരി സോളാർ പാനൽ നിർമ്മിക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ ആയിട്ട് വരികയായിരുന്നു. എന്തായാലും പുതിയ പ്രോജക്റ്റുകൾ കമ്പനിക്ക് ഒരുപാട് വരുമാനം നേടിത്തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ സോളാർ പാനലുകൾ മോസർ ബിയർ അങ്ങ് നിർമ്മിക്കുവാൻ തുടങ്ങി. 2008 ഈ സോളാർ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിന്റെ റോ മെറ്റീരിയലായ സിലിക്കൺ എത്തിക്കാനും വേണ്ടി REC ഗ്രൂപ്പ്, LDK സോളാർ, ഡച്ച് സോളാർ എന്നിങ്ങനെ പല കമ്പനികളുമായി ഒരു 550 കോടി രൂപയ്ക്ക് എഗ്രിമെന്റ് വെച്ചു. അതേ വർഷം തന്നെ IDFC, CDC ഗ്രൂപ്പ്, ക്രെഡിറ്റ് സ്യൂസ്, മോർഗൻ സ്റ്റാൻലി എന്നീ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഒരു 411 കോടി രൂപ കൂടെ സമാഹരിച്ചു. ഇതും മോസർ ബിയറിന്റെ സോളാർ പ്രോജക്റ്റിന്റെ മൊത്തം വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് 6350 കോടിയായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടെക്നോളജിയുടെ വളർച്ചയിൽ CD-യും DVD-കളുടെ ആവശ്യകത പതിയെ കുറയാൻ തുടങ്ങിയത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും പെൻ ഡ്രൈവുകളും ഇന്റർനെറ്റും എല്ലാം ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. ഇതേ സമയം ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായി പൈസ തിരിച്ചു നൽകാത്തതുകൊണ്ട് ലീഗലായി പല പ്രശ്നങ്ങളും ഉണ്ടായി. സോളാർ പ്രൊജക്റ്റിന്റെ മെറ്റീരിയൽ സപ്ലയറായ REC ഗ്രൂപ്പിന്റെ പ്രോഡക്ട്സിന് ക്വാളിറ്റി ഇല്ലെന്ന് ആരോപിച്ച് അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള എമൗണ്ട് മോസർ ബിയർ കൊടുത്തിരുന്നില്ല. REC എന്ത് ചെയ്ത് മോസർ ബിയറിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ തന്നെ മോസർ ബിയറിന് കോടികൾ മുടക്കേണ്ടി വന്നു. കൂടാതെ RECക്ക് 441 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് നൽകേണ്ടി വന്നു. മോസർ ബിയറിന്റെ പുതിയ ബിസിനസ് മോഡലുകൾ പല രീതിയിൽ നഷ്ടം വരുത്തി വെച്ചതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും കമ്പനിയിൽ കൊണ്ടുവരാൻ സാധിച്ചതേയില്ല. അടുത്ത 4 വർഷം കമ്പനി ഫിനാൻഷ്യലി പല പ്രശ്നങ്ങളും നേരിട്ടു. ഇതേ സമയമാണ് ചൈന സോളാർ മാനുഫാക്ചറിംഗ് ഫീൽഡിലേക്ക് കയറിപ്പറ്റിയത്. റാത്തുൽ പൂരി ചൈനയുടെ ക്യാപ്പബിലിറ്റിയെ പറ്റി വലുതായിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല. മോസർ ബിയർ 150 മെഗാവാട്ട്സിന്റെ സോളാർ പാനലുകൾ നിർമ്മിച്ചപ്പോൾ ചൈന 2 ഗിഗാവാട്ട്സിന്റെ സോളാർ പാനലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വാല്യൂ ചൈനയുടെ സോളാർ പാനലുകൾ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പനി 2013 ബയോമെട്രിക് പെൻഡ്രൈവുകളും LED ലൈറ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ ഇവയെല്ലാം നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങാനും പ്രൊഡക്ഷൻ കോസ്റ്റും എംപ്ലോയീസിന് സാലറി നൽകാനും ഒരുപാട് പണം വേണ്ടി വന്നു. ലോൺ വാങ്ങുന്നതും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതുമല്ലാതെ കമ്പനിക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഓൾറെഡി ഉള്ള കടം അടയ്ക്കാനായി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മോസർ ബിയർ ലോൺ എടുത്തു. പക്ഷേ റാത്തുൽ പൂരി ഫേക്ക് ഡോക്യുമെന്റുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഈ ലോൺ എടുത്തിരുന്നത്. മാത്രമല്ല ഈ പണത്തിൽ തിരിമറി നടത്തുകയും ചെയ്തു. 2017 കമ്പനി അവിടെയുള്ള ജോലിക്കാർക്കെല്ലാം കുറച്ച് ദിവസത്തേക്ക് അവധി നൽകി. അപ്പോൾ ഈ ജോലിക്കാരെല്ലാം അവധിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്ത വിവരം അറിഞ്ഞത്. അങ്ങനെ RBI ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു. ഈ ഓഡിറ്റ് പ്രകാരം മോസർ ബിയർ കോടിക്കണക്കിന് ലോൺ എടുത്തും തിരിച്ചടയ്ക്കാതെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നും തെളിഞ്ഞു.
അങ്ങനെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മോസർബേർ 354 കോടി രൂപയുടെ ക്രമക്കേട് കാണിച്ചെന്ന് ആരോപിച്ച് കേസ് ഫയൽ ചെയ്തു. ഈ കേസ് CBI ഏറ്റെടുത്തു. ഇതിനിടയിൽ ED റാത്തുൽ പൂരിയെ അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ കേസും ഫോർജറിയും പല കുറ്റങ്ങളും ചേർത്ത് ജയിലിലടച്ചു. കോടതി മോസർബിയറിന് 270 ദിവസമാണ് നൽകിയത്. എന്തിനെന്നാൽ കമ്പനിയുടെ അസറ്റ് എല്ലാം വിറ്റ് ഈ കടമെല്ലാം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട്. പക്ഷേ കൊടുത്ത സമയത്തിനുള്ളിൽ മോസർബിയറിനെ ഏറ്റെടുക്കാൻ ഒരു കമ്പനിയും തയ്യാറായില്ലായിരുന്നു. അങ്ങനെ 2020 അവസാനം വിൻപവർ എന്നൊരു കമ്പനി ഈ ഒപ്റ്റിക്കൽ മീഡിയ സ്റ്റോറേജ് ഡിവൈസ് എല്ലാം മാനുഫാക്ചറിങ് ചെയ്യുകയും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവര് മോസർബിയറിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുകയായിരുന്നു. അവിടെ മോസർബിയർ എന്ന പേര് അപ്രത്യക്ഷമായി. പക്ഷെ അതോടെ തീർന്നില്ല. 2021 പഞ്ചാബ് നാഷണൽ ബാങ്ക് മോസർബിയർ 757 കോടി രൂപയിൽ തിരിമറി നടത്തിയെന്ന് ആരോപിച്ച് കേസ് നൽകി. ഇതല്ലാതെ റാത്തുൽ പൂരി ED അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്നൊരു കേസിന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസ് എന്തായിരുന്നാൽ ഇന്ത്യ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് 12 VVIP ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ സാഹചര്യം മുതലെടുത്ത് രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി എല്ലാം കൊടുത്ത് ഒരുപാട് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു. ആകെ മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ റാത്തുൽ പൂരി മോസർബിയറിന്റെ മറവിൽ ഏകദേശം 8,000 കോടിയോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടായിരുന്നു കാണിച്ചിരുന്നത്. ശരിക്കും ദീപക് പൂരി തന്റെ സ്വന്തം കഴിവുകൊണ്ട് കെട്ടിപ്പടുത്തിയ കമ്പനിയെ മകനായ റാത്തുൽ പൂരി കടലിൽ മുക്കിയെന്ന് പറയും. അതിൽ ദീപക് പൂരിക്ക് പങ്കില്ല എന്നല്ല പറയുന്നത്. പക്ഷെ റാത്തുൽ പൂരി കൊണ്ടുവന്ന ബിസിനസ് മോഡലുകളായിരുന്നു കമ്പനിയുടെ വളർച്ചയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നത്. എന്തൊക്കെ അഴിമതികളും സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചാലും വിജയ് മല്യയെ ഇവരെയും പോലുള്ളവരെല്ലാം ഗവൺമെന്റ് വെറുതെ വിടുകയാണ് ചെയ്യുക. ഇതേ പാവപ്പെട്ടവരായിരുന്നെങ്കിൽ അവരുടെ വീട് ജപ്തി ചെയ്ത് അവരെ തെരുവിലേക്ക് ഇറക്കിയാനുമായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.